ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് എജു ടിപ്സ്. എക്സാം ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആവർത്തിച്ച് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എക്സാം അങ്ങ് അടുത്തെത്താറായല്ലോ. സോ നമുക്ക് ടൈം വേസ്റ്റ്, ഓപ്ഷൻസ് വായിച്ച് ടൈം വേസ്റ്റ് ആക്കേണ്ട, നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഓപ്ഷൻസ് ഞാൻ കട്ട് ചെയ്തത്. ക്വസ്റ്റ്യനും ആൻസറും ആണ് പറഞ്ഞു പോകുന്നത്. സോ നിങ്ങളും കൂടെ തന്നെ ആൻസർ പറയാൻ ശ്രമിക്കുക. ക്ലാസ്സിലോട്ട് പോവാം. ബേസിക് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫാദർ ഓഫ് സൈക്കോളജി ഇതിനെ തുടങ്ങാം. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട്. സെക്കൻഡ് വൺ, ലേണിംഗ് ടു ലേൺ ഈസ് എ ഫ്രേസ് അസോസിയേറ്റഡ് വിത്ത് ദ ലേണിംഗ് തിയറി ഓഫ് ബ്രൂണർ. ഓക്കെ, ബ്രൂണറെയാണ് ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്ന ഫ്രേസ്. അത് ഒത്തിരി പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലേണിംഗ് ടു ലേൺ ഈസ് എ ഫ്രേസ് അസോസിയേറ്റഡ് വിത്ത് ദ ലേണിംഗ് തിയറി ഓഫ് ബ്രൂണർ. തേർഡ് വൺ, ഡാഷ് ഈസ് ദ സപ്പോർട്ട് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ഫോർ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ, സ്കഫോൾഡിംഗ് ഈസ് ദ സപ്പോർട്ട് ഗിവൺ ടു an individual for learning and problem solving. Expand ZPD, zone of proximal development. Fifth one, the theory of social constructivism is proposed by Vygotsky. The theory of social constructivism is proposed by Vygotsky. The concept of developmental task was proposed by Ebbinghaus. The concept of developmental task was proposed by Ebbinghaus. Two-factor theory of intelligence was advocated by Spearman. Two-factor theory of intelligence was advocated by Spearman. Ninth one, who described intellectual activity in terms of operations, content and product? J.P. Guilford. Okay, Guilford ആണ് in terms of operations, content and product എന്ന് intellectual activity describe ചെയ്തത്. Then multi-factor theory of intelligence was proposed by E.L. Thorndike. Multi-factor theory of intelligence was proposed by E.L. Thorndike. Multiple intelligence theory was developed by Gardner. Multiple intelligence theory was developed by Gardner. Frames of Mind is the classic work of Gardner. Frames of Mind is the classic work of Gardner. Adolescence comes from ഏത് വേർഡെന്നാണ് ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ ലാറ്റിൻ വേർഡായ അഡോളിസർ എന്നാണ്. അതിൻ്റെ മീനിങ് ടു ഗ്രോ ടു മെച്യൂരിറ്റി എന്നാണ്. ഓക്കെ, ദെൻ അഡോളിസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഇൻസാനിറ്റി. ബൈ അഡോളിസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിംഗ് വർത്ത് ആണ്. ആരാണ്? ഹോളിംഗ് വർത്ത്. ദെൻ adolescence is the period of stress and strain, storm and strife by സ്റ്റാൻലി ഹാൾസൺ. അപ്പോൾ രണ്ട് ഇതും സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വെക്കുക. കാരണം നമുക്ക് അഡോളസൻസ് സൈക്കോളജി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കേട്ടിട്ട് 3 ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അഡോളസൻസ് ഏജിലുള്ള കുട്ടികളാണ്. സോ അവിടെ അഡോളസൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഇതും ഒത്തിരി പ്രശ്നം ചോദിച്ചാണ്. അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? അതുപോലെ തന്നെ അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഡെഫിനേഷൻസിൻ്റെ ആരൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഇൻസാനിറ്റി, ഹോളിംഗ് വർത്ത്. അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹാൾസൺ. ആൻഡ് അഡോളസൻസ് ഇസ് ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡായ അഡോളിസർ എന്നാണ്. ദാറ്റ് മീനിങ് ടു ഗ്രോ ടു മെച്യൂരിറ്റി. Next one, the theory of classical conditioning emphasizes the importance of dash in learning. The theory of classical conditioning emphasizes the importance of reinforcement in learning. Then 17th one, a failure to establish a clear identity creates confusion and anxiety in the individual is called dash. A failure to establish a clear self-identity creates confusion and anxiety in the individual is called identity crisis. എറിക്സൻ്റെ തിയറിയിലാണ്, സൈക്കോസോഷ്യൽ തിയറിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രിയേറ്റീവ് ചൈൽഡ് ഹാവ് ഡാഷ് ടൈപ്പ് ഓഫ് തിങ്കിങ്. ഡൈവേർജൻറ്റ് തിങ്കിങ്. ഓക്കെ, ക്രിയേറ്റീവ് ചൈൽഡ് ഹാവ് ഡൈവേർജൻറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ്. Brainstorming is a technique for fostering dash. Okay, brainstorming is a technique for fostering
ക്രിയേറ്റിവിറ്റി. ദെൻ കൺസെപ്റ്റ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ് ഡെവലപ്ഡ് ബൈ ഓസ്ബോൺ ആണ്, അലക്സ് ഓസ്ബോൺ ആണ് 1957. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ് ഡെവലപ്ഡ് ബൈ ഓസ്ബോൺ 1957. If an individual possesses a weak ego, he is bound to have a dash personality. Weak ego എന്നല്ല, ഈഗോ എന്നാണ്. weak ego. weak ego. If an individual possesses a weak ego, അതുപോലെ വീക്കും WEAK ആണ്. weak ego, he is bound to have a dash personality, maladjusted personality. Okay, then next question. Ego develops out from id. Then according to Freud, deeper layer of mind is unconscious mind. അതേപോലെ തന്നെ ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും അൺകോൺഷ്യസ് മൈൻഡിലായിരുന്നു. ഓക്കെ, then dash is the act of thinking about thinking is metacognition. Curve of forgetting developed by Ebbinghaus. Then basic structural unit of human mind is schema. Genetic epistemology given by Jean Piaget. Okay, genetic epistemology given by Jean Piaget. According to Jung, the dash represents the animal side of man's nature. Shadow ആണ് കേട്ടോ. Shadow represents the animal side of man's nature. Next one. According to Levin, in each person exists within a field of vector forces called life space. According to Levin, in each person exists within a field of vector forces called life space. The theory of operant conditioning was formulated by Skinner. അപ്പോൾ നമ്മളത് 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിത് മാത്രമല്ല, ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ ചാനൽ പുതിയതായ കാരണം ഒത്തിരി ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ട് തരുന്നത്. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അതുപോലെ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ ഇതുപോലെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കീപ്പ് വാച്ചിങ്. താങ്ക്